ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോൺസ്റ്റർ സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് നോക്കാൻ പോകുന്നത്. എപ്പിസോഡ് 1ന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഒരു പയ്യനെ കാണിക്കുന്നുണ്ട്. ഇവനാണ് യങ് ജോ. ഇവൻ ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ. ഇവന്റെ അമ്മ ഓരോ ദിവസവും ഓരോ പുരുഷന്മാരെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ അവന്റെ അമ്മയെ അത്ര ഇഷ്ടമല്ല. അമ്മയുടെ കയ്യിലെ പൈസ പിടിച്ചു വാങ്ങി എങ്ങോട്ടോ പോവാനുള്ള പുറപ്പാടിലാണ് യങ് ജോ അവന്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് ഹാങ് ഡോ ക്യൂങ്ങിനെ കുറിച്ച് അന്വേഷിച്ചു. ഹാങ് ഡോ കമ്മ്യൂണിറ്റി സർവീസിനായി കൺട്രി ഓഫീസിൽ പോയതറിഞ്ഞ് യങ് ജോ അങ്ങോട്ടേക്ക് പോകുവാണ്. കറുത്ത മഴ കാരണം പുഴയിലെ മീനുകളെല്ലാം ചത്തുകിടക്കുന്നതായും കാണിക്കുന്നു. കീഹൂണ് മകളുടെ വസ്തുക്കളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ കുറച്ചു സമയം നിന്നിട്ട് ഭാര്യയെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവൾ കൺട്രി ഓഫീസിൽ പോയ കാര്യം ഇവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ അവിടെ നിന്ന് പോകാനായി കാർ സ്റ്റാർട്ടാക്കിയെങ്കിലും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അതിനുശേഷം മോങ്സ് ആ സ്റ്റാച്ചുവിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ബുദ്ധന്റെ കണ്ണ് മൂടിയിരിക്കുന്നത് 3-4 ലെയർ ആയിട്ടാണ്. തീയശക്തിക്ക് അത്രയും പവർ ഉണ്ടായതിനാലായിരിക്കണം അങ്ങനെ കെട്ടിയത്. അവരോട് ആ തുണി അഴിക്കരുതെന്ന് പറയണം. ചിലപ്പോൾ ഇതിന്റെ കണ്ണുവഴി ആളുകൾ ഹൃദയമില്ലാത്തവരായി മാറും. എന്നാൽ ഈ 2 മോങ്സുകൾ ചെന്ന് പറഞ്ഞാലൊന്നും ആരും വകവെക്കില്ല. എന്തായാലും ജിൻയാങ് സിറ്റി വരെ പോയി എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയണം എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കെ അമ്പലത്തിലെ പ്രധാന മോങ്ക് അവനോട് അയാളുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. മറുവശത്ത് ഹാങ് ഡോ കൺട്രി ഓഫീസ് വൃത്തിയാക്കുമായിരുന്നു. അപ്പോൾ അവിടേക്ക് യങ് ജോയിന്റെ കൂട്ടുകാർ വന്നവനെ ശല്യം ചെയ്യാൻ തുടങ്ങി. എനിക്ക് വഴക്കിടാൻ താല്പര്യമില്ല, നിങ്ങൾ ഇവിടുന്ന് പോ എന്നവൻ പറഞ്ഞെങ്കിലും അവർ പോകാൻ കൂട്ടാക്കിയില്ല. ഹാങ് ഡോയിന്റെ ഫോണ് അവന്റെ അമ്മ പിടിച്ചു വെച്ചത് കാരണം അവന് സഹായത്തിന് ആരെയും വിളിക്കാനും കഴിയുന്നില്ല. നിന്റെ അമ്മ പോലീസാണെന്ന് വെച്ച് ഞങ്ങളോട് മുട കാണിക്കേണ്ടെന്ന് പറഞ്ഞ് അവരെല്ലാം കൂടെ ഹാങ് ഡോയിനെ ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അവരെയും കാത്ത് യങ് ജോ നിൽക്കുന്നുണ്ട്. ഹെഡ് മോങ്ക് ബുദ്ധ സ്റ്റാച്ചുവിനെ കുറിച്ചുള്ള അവരുടെ റിസർച്ച് നിർത്താൻ ആവശ്യപ്പെട്ടു. എക്സിബിഷന്റെ ഭാഗമായി ആ സ്റ്റാച്ചു കൺട്രി ഓഫീസിൽ വെച്ചിട്ടുണ്ടെന്ന് ഗവർണർ അറിയിച്ചു. എന്നാൽ മോങ്ക് ഈ സ്റ്റാച്ചു കാരണം ഒരുപാട് ചീത്ത കാര്യങ്ങൾ വരുമെന്ന് പറയുന്നു. പ്രധാന മോങ്ക് ഇവൻ പറയുന്നതൊന്നും കാര്യമായിട്ട് എടുക്കുന്നേയില്ല. ജിൻയാങ് സിറ്റിയിലേക്കുള്ള പോക്ക് നിർത്താനും പ്രധാന മോങ്ക് ആവശ്യപ്പെട്ടു. ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഹാങ് ഡോയിനെ യങ് ജോ അറഞ്ചം പുറഞ്ചം തല്ലി. ഇവർ തമ്മിൽ മുന്നേ എന്തൊക്കെയോ പ്രശ്നം നടന്നിട്ടുണ്ട്. എന്നാൽ എന്താണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. അടിയെല്ലാം വാങ്ങിക്കൂട്ടി ഹാങ് ഡോ ഓഫീസിലേക്ക് പോയി കമ്മ്യൂണിറ്റി സർവീസ് കഴിഞ്ഞിട്ടുണ്ട്, ഈ സർട്ടിഫിക്കറ്റിൽ ഒരു സൈൻ തരണമെന്ന് പറയുന്നു. അവിടെയുള്ള ഓഫീസേഴ്സ് എല്ലാം എന്തോ കാര്യമായി ചർച്ച ചെയ്യുന്നത് കൊണ്ട് അവനോട് കുറച്ച് കഴിഞ്ഞ് വരാനായി പറഞ്ഞു. കൺട്രി ഓഫീസിലേക്ക് വന്ന എല്ലാവരും പ്രതിമയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ട്. ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ നിന്ന് കുറച്ച് മോങ്സ് പേടിച്ചിറങ്ങി ഓടുവാണ്. അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഒരു ബുദ്ധ പെയിന്റിങ്ങിന്റെ കണ്ണിൽ നിന്ന് ചോര പോലെ എന്തോ പുറത്തേക്ക് ഒഴുകുന്നു. എന്തൊക്കെയോ വളരെ മോശമായി സംഭവിക്കാൻ പോകുന്നു എന്ന് മോങ്സിന് മനസ്സിലായി. മറ്റേ മോങ്ക് കറുത്ത മഴ പെയ്ത കാര്യം ന്യൂസിൽ വന്നത് കാണിച്ചു കൊടുത്തു. ഹീറോയിൻ ബുദ്ധന്റെ കണ്ണ് മറച്ചിരിക്കുന്ന തുണി എക്സിബിഷന് വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുന്നു. അവിടെ കണ്ട വോളണ്ടിയറിനോട് ഇത് സെപ്പറേറ്റ് ആയി വെച്ചുകൂടാ എന്ന് പറഞ്ഞു. എന്നാൽ അവനത് കാര്യമാക്കാതെ ഓഡിറ്റോറിയത്തിൽ പോവൂ, മീറ്റിംഗ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു പോയി. അവൾ ചെന്ന് ബുദ്ധന്റെ കീഴിലുള്ള ലൈറ്റ് ഓഫാക്കി മീറ്റിംഗിന് പോയി. അവിടെ നാട്ടുകാരെല്ലാം ബ്ലാക്ക് റെയിനെ കുറിച്ചും കൃഷിയെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്യുന്നു. അവിടെ വെച്ച് ഹീറോയിൻ ഒരാളെ കാണുന്നു. അവളുടെ ഓർമ്മയിൽ അയാൾ ആരെയോ ഇടിച്ചിട്ടതായി കാണിക്കുന്നു. അവൾ അയാളെ കണ്ട് പേടിച്ച് ബാത്റൂമിലേക്ക് പോയി കീഹോണിനെ വിളിച്ച് അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയോ എന്ന് ചോദിക്കുന്നു. കീഹോണിന് പെട്ടെന്ന് ഒന്നും മനസ്സിലായില്ല. നീ ഇത് ആരുടെ കാര്യമാ പറയുന്നതെന്നവൻ ചോദിച്ചു. ആ കൊറിയർമാനിലെ നമ്മൾ ജയിലിലാക്കിയ അവനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു എന്നവൾ പറഞ്ഞ് ഫോണ് കട്ടാക്കി. അവൻ തിരിച്ചു വിളിക്കാൻ തുടങ്ങിയതും റേഡിയോയിൽ നിന്ന് ഒരു ന്യൂസ് വരുന്നു. കഴിഞ്ഞ ദിവസം പെയ്ത ബ്ലാക്ക് റെയിനെ കുറിച്ച് എക്സ്പേർട്സ് അന്വേഷിച്ചു. അവർ പറയുന്നത് ചില കെമിക്കൽസ് കാരണമാകാം ഇത് സംഭവിച്ചതെന്നാണ്. ഇതിന്റെ വ്യക്തമായ കാരണം അറിയുന്നത് വരെ ജിൻയാങ് സിറ്റിയിലേക്ക് ആരെയും കടത്തിവിടില്ല. അവനപ്പോൾ കാറിൽ തൂക്കിയിട്ട പാവയെ നോക്കി ഹായങ് നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് കാർ സ്റ്റാർട്ടാക്കി. അതുവരെ സ്റ്റാർട്ട് ആവാതിരുന്ന കാറ് അപ്പോൾ സ്റ്റാർട്ടായി. ഹീറോയിൻ തിരിച്ചു വന്ന കൊറിയർമാനെ അവിടെ എല്ലാം നോക്കി, പക്ഷെ എവിടെയും കാണുന്നില്ല. അപ്പോൾ അവിടേക്ക് ഗവർണർ വരുന്നു. ഗവർണറിനെ കണ്ടതും നാട്ടുകാരെല്ലാം കറുത്ത മഴയെക്കുറിച്ചും അതിന്റെ ആഘാതങ്ങളെക്കുറിച്ചും ചോദിച്ചു. എന്നാൽ ഗവർണർ ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എക്സ്പേർട്ടൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്,
നിങ്ങൾ ഈ എക്സിബിഷൻ കണ്ടില്ലേ? നമ്മുടെ രാജ്യത്തെ ടൂറിസം മേഖല വികസിക്കാൻ പോകുവാണ് എന്ന് പറഞ്ഞു. ഇതേ സമയം ടെറസിന്റെ മുകളിൽ ഉണ്ടായിരുന്ന യങ്ജോയും കൂട്ടുകാരും സിറ്റി മുഴുവൻ പുക മൂടിയതുപോലെയാകുന്നത് ശ്രദ്ധിക്കുന്നു. അവിടേക്ക് ഒരുത്തൻ വന്ന്, എനിക്ക് ചാടാൻ ഒരു പേടിയുമില്ല, ഞാനിപ്പോ ചാടും എന്ന് പിറുപിറുത്തുകൊണ്ട് ബിൽഡിങ്ങിന്റെ അറ്റത്ത് നിൽക്കുന്നു. ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് ഒരുത്തൻ കത്തിയുമായി വന്ന് വേറൊരുത്തനെ വെട്ടി. ഇത് കണ്ട് എല്ലാവരും പേടിച്ചോടാൻ തുടങ്ങി. ആ അവസരത്തിൽ സോജിൻ ആ കൊറിയർമാനെ കാണുന്നു. ശരിക്കും അങ്ങനെ ഒരാൾ അവിടെ ഇല്ല, അവൾ ഹാലൂസിനേറ്റ് ചെയ്യുന്നതാണ്. എല്ലാവരും പുറത്തേക്കിറങ്ങി. പുറത്തും ഭീകരമായ ഒരു അന്തരീക്ഷമാണ്. മുകളിൽ നിന്ന് ഒരുത്തൻ താഴേക്ക് ചാടുന്നു. ആളുകളുടെ കണ്ണുകൾ വെള്ള നിറമായി കാണുന്നവരെ എല്ലാവരെയും ക്രൂരമായി ആക്രമിക്കുന്നു. എല്ലാത്തിന്റെയും നടുക്ക് നിസ്സഹായയായി നിൽക്കുന്ന സോജിനെ കാണിച്ച് എപ്പിസോഡ് തീരുവാണ്. അവൾക്ക് ഇനി എന്ത് സംഭവിക്കുമെന്നറിയുന്നതിനായി എപ്പിസോഡ് 3 വേണ്ടി വെയിറ്റ് ചെയ്യൂ.